ഇതെന്താ ഇവൻ ഈ താറാവിനെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ താറാവുള്ള വീഡിയോ തന്നെ ഇവിടെ കൊണ്ടിട്ടത് എന്റെ കിണി എങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടാ. ശശികൊക്ക ഇത് ശശികൊക്കല്ലേ, ഇത് താറാവാണിത്. ഇത് താറാവാണ്, എന്നെ കളിയാക്കണ താറാവാണിത്. റീൽസിൽ എല്ലാ കുണ്ടകളും എന്നെ മറ്റേ ഈ താറാവിന്റെ ഇമോട്ടിട്ടാണ് കളിയാക്കണത്. ഇപ്പൊ POV it's 2048 you are replaced by AI. അമ്മ എന്നോട് ക്ഷമിക്കമ്മ, എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ നോക്കി. 40 വർഷം ഞാൻ ഈ ചായക്കടയിൽ ജോലി ചെയ്തു. ഇപ്പോൾ എനിക്ക് പകരം ആ റോബോട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പൊ ആരും വരാറില്ല. AI-യോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ് അവര് പറയുന്നത്. ആർക്കും മനുഷ്യനെ ജോലിക്ക് വേണ്ട. കുട്ടിക്കാലം മുതൽ ഞാൻ പഠിച്ചതൊക്കെ വെറുതെ ആയി. സംഗീതം പോലും അവർ ബാക്കി വെച്ചില്ല. സത്യമാണല്ലേ, ഒരു വിധത്തിൽ ആലോചിച്ച സത്യമാണോടാ, സത്യമാണ്. ഇതൊരു സാഡ് റിയാലിറ്റി, അതുപോലെ തന്നെ ഒരു സത്യം കൂടെയാണ്. നിങ്ങള് ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ അത് പറയത്തില്ലേ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗെയിം, ഇറ്റ്സ് ദ ഫ്യൂച്ചർ എന്ന് പറയൂലേ. സത്യമായിരിക്കും ഇതൊക്കെ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോ ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റണ AI വെച്ച്. പക്ഷെ ഒരുപാട് കാര്യങ്ങള് എന്റെ അഭിപ്രായത്തിൽ AI വന്നപ്പം ഏറ്റവും പണി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിക് ഡിസൈനേഴ്സ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കാണ്. അവർക്കിപ്പോ എന്തൊക്കെ സാധനങ്ങൾ AI ടൂൾസ് വെച്ചിട്ട് ഉണ്ടാക്കാന്ന് അറിയാവോ. ഈവൻ ദോ ഈ വീഡിയോ ഉണ്ടാക്കിയത് പോലും AI വെച്ചിട്ടാണ്, മനസ്സിലായ. 1 crore കഴിക്കാത്തെ വിശപ്പില്ല, അതൊന്നും പറഞ്ഞാ പറ്റി. കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ ഇത്തിരി മീൻ ചാറും. ഇങ്ങനെ കള്ളം പറയുന്നവർക്കൊക്കെ 5-6 പെണ്ണുണ്ടായിരിക്കും, മനസ്സിലായ. സത്യത്തിൽ ഫുഡ് പോലും കഴിക്കാതെ മാറിയിരിക്കുന്നതിനെ ആയിരിക്കും സത്യം പറഞ്ഞ തേച്ചിട്ട് പോണത്. ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ കള്ളം പറഞ്ഞിരിക്കുന്ന ഇവന്മാർക്കൊക്കെ 4-5 ലൈൻ ഉണ്ടാവും. ഒരു 100% ഉറപ്പാണ്, ഒരു സംശയമില്ല, 100% അതില്. അയ്യോ, എത്ര കണ്ടാലും ചിരി അടക്കാൻ പറ്റത്തില്ല. പിന്നെ മണിച്ചേട്ടന്റെ എക്സ്പ്രഷന് എന്തിനാ ഭഗവാൻ ഇതെന്തൊരു പടവാ. പരീക്ഷിക്കണേ. ഒഴിയാബാധയായി എന്റെ ഒപ്പം കൂടി ആ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എന്റെ തലേന്ന് ഒഴിവാക്കി എനിക്ക് എന്റെ ഗൗരിയായിട്ടുള്ള ജീവിതം തിരിച്ചു തരണേ ഭഗവാനെ, രക്ഷിക്കണേ ഭഗവാനെ. ആ പൂജപ്പെണ്ണിന് ഒരിക്കലും തിരിച്ചറിവ് കിട്ടരുത്. അതിന് നീ എന്റെ ബോധം വേണമെങ്കിൽ എടുത്തോ. എന്റെ സതീർത്ഥനും ആ പൂജപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ. ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പ്ലീസ് ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കില് വീക്കാം. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. വാ മക്കളെ, അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ തേങ്ങ ഉടക്കടാ. ഭഗവാനെ പൊലിപ്പിക്കണേ. സർവ്വക്കിടങ്ങൾ എന്ത് സീനല്ലേ ഈ പടം. ഈ പടം ഇതിലൊന്നും അല്ല. ത്രൂ ഔട്ട് ഈ സിനിമ തുടങ്ങുന്നതോടെ അവട്ട് അവസാനം വരെ ഇങ്ങനെയാണ് ഈ പടം. ഇത് എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? പടക്കക്കട തേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കരിഞ്ഞു. എന്നാലും ഭഗവതി ശത്രുവിന് പോലും ഇങ്ങനൊരു ഗതി വരുത്തില്ലേ അണ്ടവാ. അയ്യോ, കീർത്തി സുരേഷ് ആണോ വലിയ കുട്ടി? ആണോ ഇത്? കീർത്തി സുരേഷ് ആണോ? പോടാ.
പോടാ, അത് കീർത്തി സുരേഷ് ആണോ? യെസ്, അതെ അതെ, ആണാ? ചുമ്മാ പറയുന്നതാ. യെസ് 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 യെസ്, ആണല്ലേ? അയ്യോ, അത് വന്നല്ലോ. ഞാൻ എന്തിനാ എഴുന്നള്ളിയത്? അണ്ണന്റെ പയ്യൻ വന്നല്ലോ. അണ്ണന്റെ ദ റീൽ. താഴെ പറയുന്നവയിൽ എന്റെ പൊന്നടാവേ, ദിസ് കമന്റ് സെക്ഷൻ ഈസ് ഗോൾഡ്. വെയിറ്റ് ഫോർ ലാസ്റ്റ്. ഇതെന്താ? സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത മോഹൻലാൽ താഴെ പറയുന്നതിൽ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച ചിത്രത്തിന്റെ പേര്. അഭിനയിച്ച ചിത്രത്തിന്റെ പേര് ഏത്? എ വിയറ്റ്നാം കോളനി, ബി ബംഗ്ലാദേശ് കോളനി, സി പാകിസ്ഥാൻ കോളനി, ഡി ഉഗാണ്ട കോളനി. ഓപ്ഷൻ എ വിയറ്റ്നാം കോളനി. താഴെ പറയുന്നതിൽ മോഹൻലാൽ അഭിനയിച്ച മലയാള സിനിമ ഏതാണ്? കിലുക്കം, മലക്കം, ഇളക്കം, പടക്കം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ചിത്രം വൃക്ക, ഹൃദയം, കരള്, വൻകുടൽ. താഴെ പറയുന്നതിൽ ബ്ലെസ്ലി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായ സിനിമ ആട് ജീവിതം, പോത്ത് ജീവിതം, പശു ജീവിതം, കുതിര ജീവിതം. ഉണ്ണിമൂന്നൻ അഭിനയിച്ച ചിത്രം ഏത്? മാർക്കോ, ആർക്കോ, അവർക്കോ, എനിക്കോ. എന്തൊരു സാധനമൊക്കെയാണത്. അയ്യോ, ഇതിൽ മെക്കാട്ടിൻ സമാക്കാട് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം ഏത്? പട, പാണ്ഡ്യപ്പട, പാണ്ഡിക്കരിമ്പാറ പട, പാണ്ഡിക്കരിമ്പാറ പോലെ അടിപ്പട. എന്ത് സാധനം? ആരാ ഇതൊക്കെ? എന്റെ അളിയാ. താഴെ പറയുന്നതിൽ വിജയ് അഭിനയിച്ച പടം ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാനം, രാജ്യം. ഇവയിൽ സൗബിൻ അഭിനയിച്ച ചിത്രം ഏതാണ്? തിരുവനന്തപുരം ബോയ്സ്, എറണാകുളം ബോയ്സ്, മഞ്ഞുമൽ ബോയ്സ്, പാറശാല ബോയ്സ്. പാറശാലയെ ഇവയിൽ ദുൽഖർ അഭിനയിച്ച സിനിമ ഏത്? ABCD EFG IJKL MNOP. ഇതൊക്കെ ആരുണ്ടാക്കി വിടറല്ലേ? അയ്യോ, 60 hours കഷ്ടപ്പാടാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് Are you the best footballer in the world right now? I think so, yes. In my mind, I'm always the best. I don't care what the people thinking, what they say. In my mind, not just this year, but always, I'm always the best. കിട്ടില്ല ബ്രോ, കിട്ടില്ല സാധനം കേട്ടോ. 60 മണിക്കൂറിന്റെ ആ ഒരു എഫേർട്ട് അറിയാനുണ്ടോ അതില്? നൈസ് സാധനം. അതാരാ പെട്ടെന്ന് എന്ത് സാധനങ്ങളൊക്കെയാണല്ലേ. സത്യം ആൾക്കാരുടെ കഴിവ്. എന്താ ഇത് മറ്റേ? അല്ല, വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എടാ, നമ്മളൊക്കെ പുള്ളിയെ ചില ആൾക്കാർ ഓരോ സാധനങ്ങൾ അബദ്ധത്തിൽ പറ്റിപ്പോകുമ്പോ ഊക്കുന്ന സാധനങ്ങൾ കണ്ട് വീക്കാവും. പക്ഷെ ഡാപ്സി ഉണ്ടല്ലോ, ഡാപ്സി ആ മലബാർ എന്ന് പറയുന്ന സാധനം ഒരു ട്രേഡ് മാർക്ക് പോലെ ആക്കിയെടുത്ത്. പറയാതിരിക്കാൻ വയ്യ. അവനിപ്പോ എല്ലാ പരിപാടിക്കും അങ്ങനെയാണ്, മലബാർ. അപ്പൊ എല്ലാത്തിലും അങ്ങനെ പറയണം, മനസ്സിലായോ? പുള്ളി അതൊരു ട്രേഡ് മാർക്ക് ആക്കിയതൊരു. ഇപ്പൊ പരിപാടികൾക്കൊക്കെ അങ്ങനെയാണ് തുടങ്ങണം ഇപ്പൊ. മലബാർ. അതെ, എന്തോ അടിച്ച വഴിയെ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുകയായിരുന്നു. അങ്ങനെന്താ പറയൂല്ലേ? ഇത് പുഷപ്പല്ലത്. ഇതൊക്കെ ആരുണ്ടാക്കണ ഇതൊക്കെ? അയ്യോ, വെയിറ്റിംഗ് ഫോർ. എവിടെ പോയാലും കണ്ണാപ്പി. ബാഗൊക്കെ എടുക്കണത് ഇത്ര വലിയ കേസാണോ? എന്റെ ഈശ്വര, ഇതാണ് കണ്ണാപ്പി ലിറ്ററലി.
എടാ നിങ്ങൾ ജാലിയൻവാലാബാഗ് കേസാ. അല്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഗൈസ്. ഞാൻ ചില സമയത്ത് ഞാൻ പറയാം, RP ക്യാരക്ടറും ചില ആൾക്കാർ ക്യാരക്ടർ വിട്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ റിയൽ ലൈഫിൽ സ്വഭാവം അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാനുണ്ട്. അണ്ണാ എങ്ങനെയുണ്ട്? I found my love. ക്രഷ് ആയി. ഗൈസ് ഇത് ശരിക്കും ഇത് മൈക്കല്ലല്ലേ, ഇത് എക്സസൈസ് ചെയ്യുന്ന സാധനല്ലേ? ആണാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് പറയാ ഇത് മൈക്കായിരിക്കും എന്നാണ്. മനസ്സിലായേ? നൈസ്, കൊള്ളാം കൊള്ളാം. കുഞ്ഞമ്മയുടെ മോള, എന്റെ കുഞ്ഞമ്മയുടെ മോള. നിന്റെ കുഞ്ഞമ്മയുടെ മോളെ അപ്പൊ ഒരിക്കലും കെട്ടിച്ചൊന്നും വിടത്തില്ലേ? ഇല്ല, എന്തായാലും ചാറ്റിലുള്ളവർക്ക് കെട്ടിച്ചിടാൻ താല്പര്യമില്ല. ആണോ? പക്ഷെ നിന്റെ കാനഡയിലുള്ള ഗേൾഫ്രണ്ട് പറഞ്ഞ പ്രശ്നമാവൂലേ? ഏത് ഗേൾഫ്രണ്ട്? അതൊക്കെ പോയി. നിനക്ക് ഗേൾഫ്രണ്ട് ഇല്ല? ഇല്ല ഇല്ല, പോയത് പോയി, അത് പോയി. രണ്ടു ദിവസം സംസാരിക്കാതിരിക്കില്ലായിരുന്നോ? പോയൊക്കെ പിന്നെ അത് പോയെണ്ണോ? അത് എന്നെ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ട് പോയെണ്ണ. നീ അവളെ ഇട്ടിട്ട് പോയാ? മ്യൂച്വൽ ഇതൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടോ എന്റെ അടുത്ത്? മ്യൂച്വൽ വേണോന്ന് ഞാൻ പറഞ്ഞ ഒന്നും പറ്റൂല, വേണേ തേച്ചിട്ട് പോയാ. ഇപ്പൊ മ്യൂച്വൽ ഉണ്ടാക്കി അതാകുമ്പോ പറയാലോ. ഈശ്വരവാനെ ഇവൻ ഒരിക്കലും പെണ്ണിട്ട് അത് മൊരടിച്ചു പോണേ ഇവൻ. കൊച്ചിന്റെ ID അഫ്രീൻ __AFR.EEN __. എടാ ഞാൻ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ എപ്പോഴും ഞാൻ പറയണ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് ഇങ്ങനെ കഴിവൊക്കെ ഉള്ള പാട്ടുകാരൊക്കെ വരുവാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ഒന്നും യൂസർ ID ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്. ഇപ്പൊ ഇവിടെ കുറെ പേര് ചാറ്റിൽ ഈ കൊച്ചിന്റെ പാട്ട് കേട്ടിട്ട് ചോദിച്ച് കൊച്ചിന്റെ പേരെന്താ, ഞാൻ ഇവരോട് എങ്ങനെ പറയും? __AF.EEN _ എങ്ങനെ പറയും? എടാ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം ഇടുക, അഫ്രീൻ എന്നങ്ങ് ഇടുക. അല്ലെ അഫ്രീൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സാധനം ചേർത്തിടുക, അഫ്രീൻ മ്യൂസിക് എന്നോ മ്യൂസിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിടുക. സിമ്പിൾ ആയിട്ട് ഒരാളുടെ അടുത്ത് കൺവേ ചെയ്യാൻ പറ്റുന്ന യൂസർ നെയിം ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. മനസ്സിലായോ? ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്. ഒരു ടിപ്പായിട്ടിരുന്നോട്ടെ. എന്നാ 32 hours എടുത്ത് വരച്ചാ ഓറിയോ ബിസ്കുറ്റ്. നൈസറാ, നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാം. ആകാശ് ബ്രോ അടിപൊളി. എന്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുമോ ബ്രോ? തേങ്ങ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എന്ത് തേങ്ങ വെച്ച് എന്തോ ചെയ്യാൻ പോണ? എനിക്ക് പിള്ളേരൊക്കെ പേടിയാ. ഭാഗ്യം. കണക്കിന് കായുകയും ചേരാൻ ചുമഞ്ഞുള്ള തോഴികളും പായാനായി രണ്ടാറുകളും. ആപ്പിൾ വെച്ചൊക്കെ ചെയ്യും. ആപ്പിളും ഓറഞ്ചും. അതെ ചെയ്യും. കൊട്ട വെച്ച് ലാലേട്ടന്റെ അണ്ടി
വിറയ്ക്കുന്നത് കണ്ട ആരാടിന് അണ്ടി വിറയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ വെല്ലുമ്മച്ചിയുടെ മറ്റേനകത്തോട് കയറാനായിരുന്നു. പുണ്ടച്ചി മോനെ ആരാടാ നീ തന്തയിട്ടോണ്ടവനെ കൊണ്ടം പുണ്ട ഓർണോ നീ മയിലേ കണ്ടത്തി കിടക്കുന്ന കൂണ്ടയൊക്കെ വന്നിട്ട് കൊണച്ചോണ്ടിരിക്കുന്നു ചാറ്റ് വന്നിട്ട് പുണ്ടച്ചി മോൻ. എന്ത് പറ്റി സാഹിബ്? പോലീസ് ഓഫീസർമാരുണ്ടെന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ അബ്കാരി മുതലാളിമാരുടെ കള്ളത്തരങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന, കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്ന, അതോ ലോകത്തെ വിദഗ്ധ അക്രമികൾ പോലും നാണിച്ചു പോകുന്ന തരത്തിലുള്ള സാമർഥ്യത്തോടെ നിയമലംഘനം നടത്തുന്ന പോലീസ് ഓഫീസർമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. I object, Your Honor. This is not fair. First of all, decisions taken by the government in the interest of the public should not be questioned in any court of law. ഈ ഇംഗ്ലീഷിൽ കടുവർത്തോണൊന്നും വലിയ കാര്യമില്ല സർ. ഭരണഭാഷയും കോടതി ഭാഷയും മലയാളമായിരിക്കണമെന്ന് വാദിക്കുന്ന, മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു എളിയ മലയാളിയാണ് ഞാൻ. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? I hope you have not understood what I really meant, my dear young lady would be advocate. എടാ പുള്ളി ശരിക്കും വിഷയമാണ്. പുള്ളി യഥാർത്ഥത്തിൽ ഭയങ്കര വിഷയമാണ്. എന്റെ അമ്മോ, പുള്ളി ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരാളാണ് പുള്ളി. നിങ്ങൾ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. പുള്ളി മറ്റേ ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നതും വെറ്റിലായിട്ട് ചായ്ക്കുന്നതും ഇങ്ങനെ. പ്രൊഫസറാണ്, എനിക്കറിയാം പുള്ളി പ്രൊഫസറാണ്. പുള്ളി ഈ ഇടയ്ക്ക് ഇത് കണ്ടായിരുന്നു ഞാനിങ്ങനെ, ഈ വെറ്റില വയ്ക്കുന്നതും സ്മോക്ക് ചെയ്യുന്നതും ഇങ്ങനെ ഒബ്സർവേഷൻ ചെയ്ത് കാണിക്കണത്. എൻ്റെ അമ്മോ, അത് കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ സത്യം പറ കിളി പോയി എൻ്റെ. എൻജോയ്. നിങ്ങളെല്ലാം എൻജോയ് ചെയ്തില്ലേ? അതറിഞ്ഞു. He have such a high spec PC. He only plays high spec games. കേരളത്തിൽ ടെമ്പിൾ റൺ ഒക്കെ സ്ട്രീം ചെയ്യണത് ഞാൻ മാത്രമേ ഉള്ളല്ലേ? ടെമ്പിൾ റൺ, സബ്വേ സർഫസ് ഇതൊക്കെയാണ് 15 സ്ട്രീം ചെയ്യണത്. Me watching grilled chicken hotel. ഷവായ് കമ്പി സത്യമല്ലടാ.